ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ സമൂഹം വളരെയധികം ഗൗരവപരമായിട്ട് കാണേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെ അതായത് നമ്മുടെ വീട്ടിൽ വയസ്സായവര് അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി നമ്മളൊരു വീട് പണിയുമ്പോഴൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഒരു വീട് പണിയുമ്പോൾ എങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്കും കൂടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീട് ഒരുക്കുമ്പോൾ വയോജനങ്ങളെയും അംഗവൈകല്യമുള്ളവരെയും കൂടി പരിഗണിക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം വളരെ പ്രാധാന്യം അറിയിക്കുന്നത് അല്ലെങ്കിൽ ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വീടുകളിലോ നാട്ടിൻപുറത്തോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരാള് കിച്ചണിലോ അല്ലെങ്കിൽ ഹാളിലോ എവിടെയെങ്കിലുമൊക്കെ തെന്നി വീണിട്ടായിരിക്കും പിന്നീട് അവർക്ക് എണീറ്റ് നടക്കാൻ പറ്റാതാവുക, അവരുടെ എല്ലൊടിയുക, ശരിക്കും പോലെ നിവർന്ന് നിൽക്കാൻ തന്നെ പറ്റാതായിട്ട് പിന്നീടുള്ള കാലങ്ങളൊക്കെ അവർ ഒരു ബെഡിൽ അല്ലെങ്കിൽ ഒരു കിടക്കയിലൊക്കെ കിടന്ന് അവരുടെ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ഒരു നരകതുല്യമായ ഒരു ജീവിതം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെ എന്ത് ഇൻഡെക്സ് ആയാലും എന്ത് പഠന റിപ്പോർട്ടുകളായാലും അത് നമ്മുടെ നാട്ടിലായാലും ലോകത്ത് എവിടെയുള്ള പഠന റിപ്പോർട്ടുകളായാലും ഒരു 65 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ വീടുകളിൽ വെച്ചിട്ടാണ്. ഡൊമസ്റ്റിക് ആക്സിഡന്റുകളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ഏത് പഠനങ്ങളും എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൻപുറത്ത് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വയോജനങ്ങളൊക്കെ ഉള്ള വീടുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. നമ്മളെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു വീടുണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും മറന്നു പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബോധപൂർവമായിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും യാദൃശികമായിട്ടൊക്കെ മറന്നു പോകുന്നത് നമ്മുടെ വീട്ടിൽ ഈ വയോജനങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാ അംഗപരിമിതരായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും മറന്നു പോകും. അപ്പോൾ നമുക്ക് വീടുണ്ടാക്കുമ്പോൾ അവരെയും കൂടി പരിഗണിക്കേണ്ട വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് വീടിനകത്തുള്ള ഈ വീഴ്ചകൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീടിനകത്ത് വരുന്ന ആക്സിഡന്റുകൾ കുറച്ചു കൊണ്ടുവരിക. അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് വീടിനകത്ത് നല്ല വെളിച്ചം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് നാച്ചുറൽ ലൈറ്റുകൾ ഉപയോഗിക്കാം, ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ ഉപയോഗിക്കാം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ലൈറ്റുകളും ഉപയോഗിക്കാം. നമുക്കറിയാം, ഈ വയസ്സായവർക്കൊക്കെ കാഴ്ചയിലൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നത്തിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ലൈറ്റുകൾ സജ്ജമാക്കിയാൽ തന്നെ അവരുടെ വീഴ്ചകളും ഒക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാനൊക്കെ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ സൺലൈറ്റ് ഒക്കെ വരുന്ന ഭാഗങ്ങളിൽ വലിയ വിൻഡോകളൊക്കെ ക്രമീകരിക്കുകയാണെങ്കിൽ ലൈറ്റ് ധാരാളമായി കിട്ടും. പക്ഷെ ഈ ചൂടിന്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ കർട്ടൻസും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടിനും ഒരു കുറവൊക്കെ ഉണ്ടായിരിക്കും. പിന്നെയുള്ളത് ഫ്ലോറിംഗ് ആണ്. നമ്മുടെ വീടുകളിലെ ഫ്ലോറുകൾ കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള ടൈൽസുകളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ തെന്നി വീഴാനും വഴുതി വീഴാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അത് വയസ്സായവർക്കായാലും ഈ അംഗപരിമിതി ഉള്ളവർക്കായാലൊക്കെ പെട്ടെന്ന് വഴിക്ക് വീഴാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്ലിപ്പറി ആയിട്ടുള്ള ഈ ഫ്ലോറുകൾക്കൊക്കെ പകരം കുറച്ച് ഗ്രിപ്പുള്ള ഫ്ലോർ ടൈൽസുകളും മറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അപകടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഇപ്പൊ പ്ലിന്തായിട്ട് നമ്മൾ 45 സെന്റിമീറ്റർ ആണ് കൊടുക്കുക. അപ്പൊ 2 സ്റ്റെപ്പ് ഒക്കെ നമുക്ക് വേണ്ടി വരും. അപ്പൊ ഈ വയസ്സായവർക്ക് ഈ സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പ് ഒന്നും ആയിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ പ്ലിന്ത് ഹൈറ്റ് കുറച്ച് സ്റ്റെപ്പുകളുടെ എണ്ണമൊക്കെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ഈ വയസ്സായവർക്കൊക്കെ സ്റ്റെപ്പ് കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി വീൽ ചെയർ ഒക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു റാമ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഏതെങ്കിലും സൈഡിൽ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വരുന്ന വഴിയിൽ കൂടെ തന്നെ കയറി പോകാൻ വേണ്ടിയിട്ട് നേരെ മുൻഭാഗത്ത് തന്നെ അല്ലെങ്കിൽ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഒരു റാമ്പ് കൊടുക്കുകയും അതിലൊരു ഹാൻഡ് റെയിലൊക്കെ ഘടിപ്പിക്കുകയാണെങ്കിൽ ഈ വീൽ ചെയറിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ അതിലൂടെ കയറി പോകാനും അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ ഈ റാമ്പിലൂടെ കയറി പോകാനൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീടൊക്കെ പണിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ പ്രായമായവരോ അല്ലെങ്കിൽ വീൽ ചെയർ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സൈഡിനോട് ചേർന്ന് തന്നെ ഈ സൈഡിലോട്ട് മാറ്റി നിർത്താതെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ ഒരു റാമ്പ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റാമ്പ് കൊടുക്കുമ്പോൾ റാമ്പിന്റെ റേഷ്യോകളൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ ഹാൻഡ് റെയിലുകളുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ഗ്രാബ് ബാറുകൾ സ്ഥാപിക്കുക. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ഈ ഷവറിന്റെ അവിടെ ആയാലും ടോയ്ലറ്റിന്റെ അവിടെ ആയാലും മറ്റും ഈ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് റെയിൽ പോലെ തന്നെ ഒരു സംവിധാനമാണ്, സ്റ്റീലിന്റെ ഒക്കെ മറ്റുമായിട്ടുള്ള ഒരു പിടിക്കാനൊക്കെ ഉള്ള ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് അംഗപരിമിതി ഉള്ളവർക്കായാലും അതുപോലെ തന്നെ വയസ്സായവർക്കാണെങ്കിലും അത് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാനും അവർക്ക് എണീക്കാനും ഇരിക്കാനൊക്കെ സുഖത്തിൽ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ബാത്റൂമിന്റെ ഡോറ്, ഒരു ബാത്റൂം നമ്മൾ നിർബന്ധമായും ഇങ്ങനെയുള്ള വയസ്സായവർക്കോ അല്ലെങ്കിൽ അംഗപരിമിതി ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കണം.
അതിന്റെ ഡോറ് എപ്പോഴും അകത്തോട്ടും പുറത്തോട്ടും ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറുകളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വിധം ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ, വലിയ സഹായങ്ങളില്ലാതെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ, അത് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ കിച്ചണുകൾ. ഈ കിച്ചണുകളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. അതും 65 വയസ്സിന് അല്ലെങ്കിൽ 60 വയസ്സിനോ കൂടുതലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് നമ്മുടെ കിച്ചണുകളിലാണ്. അപ്പൊ കിച്ചണുകളൊക്കെ, നമ്മളുടെ കിച്ചൺ സ്ലാബൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആയവർക്കും അതുപോലെ തന്നെ ഈ വീൽ ചെയറിലൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിച്ചൺ സ്ലാബിന്റെ ഹൈറ്റ് ഒക്കെ ക്രമീകരിക്കുക. വളരെയധികം ഹൈറ്റ് കൂട്ടാതെയൊക്കെ വെക്കുക. അതുപോലെ തന്നെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആക്കുക. ഈ ഭാരം കൂടിയതൊക്കെ എടുക്കാനും പൊന്തിക്കാനൊക്കെ ഈ വീൽ ചെയറിലുള്ളവർക്കും അല്ലെങ്കിൽ ആയവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെ കിച്ചണിന്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് വെയിറ്റ് ആക്കുക. അതുപോലെ തന്നെ കിച്ചണിൽ തടഞ്ഞു വീഴാൻ ഒരു അസ്ഥിരമായിട്ട് കിടക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർഡർ ചെയ്ത് വെക്കുക. ഈ പാസേജുകളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വസ്തുക്കൾ മാറ്റി വെക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കിച്ചണിനുള്ളിലെ അപകടങ്ങളൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ കിച്ചണിനുള്ളിൽ നല്ലൊരു എയർ ആൻഡ് വെന്റിലേഷൻ, അതുപോലെ തന്നെ സൺലൈറ്റ് ഒക്കെ ലഭ്യമാക്കിയാൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒക്കെ വെളിച്ചം തന്നെ ലഭ്യമാക്കിയാൽ തന്നെ കുറെ അപകടങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. കിച്ചണിലെ ടൈൽസിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ എപ്പോഴും ഒരു ഫ്ലോർ ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് കിച്ചണിൽ വെള്ളമൊക്കെ പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാനും അതുപോലെ തന്നെ കിച്ചൺ ക്ലീൻ ആയിട്ട് ഇരിക്കാനൊക്കെ ഒരു ഫ്ലോർ ടാപ്പ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ വയസ്സായവരും ഈ അംഗപരിമിതരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫയർ കിച്ചൺ, അതായത് വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പുകളൊന്ന് ഒഴിവാക്കി എടുക്കുകയാണ് നല്ലത്. അതേപോലെ തന്നെയാണ് ഗ്യാസ് എപ്പോഴും നമ്മൾ പുറത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗ്യാസിന്റെ സിലിണ്ടർ എപ്പോഴും പുറത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതൊക്കെ വലിയ അപകടങ്ങൾ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീടിനുള്ളിൽ ഫർണിച്ചറുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വലിയ ഫർണിച്ചറുകളൊക്കെ സെലക്ട് ചെയ്ത് അതിനുള്ളിൽ വീടിനുള്ളിൽ നടക്കാനുള്ള സ്പേസ് അല്ലെങ്കിൽ വീടിനുള്ളിൽ പെരുമാറാനുള്ള സ്പേസ് കുറച്ചെടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മൾ ഫർണിച്ചറുകളും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടിനുള്ളിൽ നടക്കാനും മറ്റേ വീൽ ചെയർ ഉപയോഗിക്കാനൊക്കെ ഉള്ള സ്പേസിന് യാതൊരുവിധ തടസ്സങ്ങളും നേരിടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മിതമായിട്ടുള്ള സൈസിലുള്ള ഫർണിച്ചറുകളൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യുക. ഇനി ഫർണിച്ചറുകൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥാനം മാറ്റി ഇടാതെ ശ്രദ്ധിക്കുക. അത് കാഴ്ചക്കുറവുള്ളവർക്കായാലും അതുപോലെ തന്നെ വീൽ ചെയറുള്ള സഞ്ചരിക്കുന്നവർക്കായാലും അവരുടെ അനുമാനങ്ങളൊക്കെ തെറ്റിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫർണിച്ചർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവർ സൈസ് ആയിട്ടുള്ള ഫർണിച്ചർ ഒന്നും വീട്ടിനകത്ത് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ വീടിനകത്ത് എപ്പോഴും കുറച്ച് സ്പേസ് ട്രാവലിംഗ് അല്ലെങ്കിൽ മാൻ മൂവ്മെന്റിനായിട്ട് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളൊന്ന് സ്മാർട്ട് വീടുകളായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതും ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വയസ്സായവരോ അല്ലെങ്കിൽ വീൽ ചെയർ ഉള്ളവരോ ഒക്കെ രാത്രിയോ അല്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിലൊക്കെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എണീറ്റ് വന്നിട്ട് നമ്മോട് കാര്യങ്ങൾ പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ബെഡിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു സെക്യൂരിറ്റി ഹോണോ അല്ലെങ്കിൽ സൗണ്ട് ഹോണൊക്കെ സ്ഥാപിച്ച് അവർക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളേക്ക് എത്താനും അതുപോലെ തന്നെ ടെലിഫോണൊക്കെ അവരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു കോളൊക്കെ വരുന്ന ഒരു സംവിധാനമൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈസിലി ആയിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാനും അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മളോട് പറയാനൊക്കെ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെന്ന് വെച്ച് പെട്ടെന്ന് അവരുടെ അടുത്ത് എത്തിപ്പെടാനൊക്കെ പറ്റും. അതുപോലെ തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കുക. അങ്ങനെയൊക്കെയുള്ള വീടൊന്ന് സ്മാർട്ടാക്കി എടുത്താൽ തന്നെ നമുക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ പരിഹരിക്കാനും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനൊക്കെ കൂടുതൽ സഹായിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയണമായിരുന്നു. നമ്മൾ വീട് വെക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വളരെ ഏറ്റക്കുറച്ചിലുകളും ഈ സ്റ്റെപ്പായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് വയസ്സായവർക്കായാലും വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്കായാലും മറ്റു പരിമിതികളുള്ളവർക്കായാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. വീട് വെക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു നിരപ്പായ സ്ഥലം നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇപ്പോൾ മലഞ്ചെരിവുകൾ അതേപോലെ തന്നെ ഹൈ റേഞ്ചിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളവർ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ വീട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ വീട് വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള വയസ്സായവരും അതുപോലെ തന്നെ ഈ അംഗപരിമിതി നേരിടുന്നവരൊക്കെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ഇനി ഞാൻ വിട്ടുപോയ വല്ല പോയിന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.